ഹായ് കുട്ടികളെ, നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവാണ്. ഈ വീഡിയോയിൽ നമ്മൾ എഡ്ജ് കളറിംഗ് എന്ന് പറയുന്ന പോർഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോ വരെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ വെർട്ടെക്സ് കളറിങ്ങിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. അതായത് 4ാമത്തെ മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് സെക്ഷനാണ് എഡ്ജ് കളറിംഗ് എന്ന് പറയുന്നത്. ഇത് ചെറിയൊരു സെക്ഷനാണ്, മാക്സിമം പോയ ഒരു 3 വീഡിയോ, അതുകൊണ്ട് ഈ ഒരു സെക്ഷൻ അവസാനിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ആ എഡ്ജ് കളറിങ് എന്താണെന്ന് നോക്കാം. അതായത് അവിടെ പഠിപ്പിച്ച വെർട്ടെക്സ് കളറിങ്ങിൻ്റെ അതേ പാറ്റേൺ തന്നെയാണ് ഇവിടുത്തെ എഡ്ജ് കളറിങ്. എന്താണ് എൻ്റെ ഡെഫിനിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൻ എഡ്ജ് കളറിങ് ഓഫ് എ നോൺ എംപ്റ്റി ഗ്രാഫ് G ഈസ് ആൻ അസൈൻമെൻറ്റ് ഓഫ് കളേഴ്സ് ടു ദി എഡ്ജസ് ഓഫ് G, one color to each edge such that adjacent edges are assigned different colors. അതായത് ഒരു ഗ്രാഫിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള എഡ്ജുകൾ ഡിഫറൻ്റ് ആയിട്ട് കളേഴ്സ് കൊടുത്ത് അസൈൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ള കേസുകൾ അതാണ് നമ്മൾ എഡ്ജ് കളറിങ്ങിൻ്റെ അകത്ത് പറയുന്നത്. അതായത് ആൻ എഡ്ജ് കളറിംഗ് ഓഫ് എ നോൺ എംപ്റ്റി ഗ്രാഫ് G ഈസ് ആൻ അസൈൻമെൻറ്റ് ഓഫ് കളേഴ്സ് ടു ദി എഡ്ജസ് ഓഫ് G, one color to each edge such that adjacent edges are assigned different colors. അതായത് ഇത് തന്നെയല്ലേ നമ്മൾ വെർട്ടെക്സ് കളറിലും പറഞ്ഞു, അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടെക്സുകൾക്ക് ഡിഫറൻ്റ് ആയിട്ട് കളർ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ മിനിമം നമ്പർ ഓഫ് കളേഴ്സിന് നമ്മളൊരു പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ, ക്രൊമാറ്റിക് നമ്പറിന്. അപ്പോൾ ഇവിടെയും അതേപോലെ എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു 4 എഡ്ജുള്ള ഒരു ഗ്രാഫ് എടുക്കുകയാണ്. ഇപ്പം ഇതിനൊരു പച്ച, ഇതിനൊരു മഞ്ഞ, ഇതിനൊരു നീല, ഇതിനൊരു ചുവപ്പ്, ഇങ്ങനെ 4 കളറുകൾ നമ്മളിവിടെ ഡിഫറൻ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ 4 കളേഴ്സ് കൊണ്ട് തന്നെ ഡിഫറൻ്റ് ആയിട്ട് കളർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതേപോലെ തന്നെ മിനിമം നമ്പർ ഓഫ് കളേഴ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിലോ, ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ എന്താണ് ഒരു ഗ്രാഫിൻ്റെ ഒരു 2 എഡ്ജുകൾ എപ്പോഴാണ് അഡ്ജസൻ്റ് ആകുന്നത്? ഇതും അഡ്ജസൻ്റ് ആണോ? ഞാനിപ്പോൾ ഒന്നൊന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന 2 എഡ്ജുകൾ അഡ്ജസൻ്റ് ആണോ? അഡ്ജസൻ്റ് അല്ല, കാരണം അതിന് കോമൺ ആയിട്ട് ഒരു വെർട്ടെക്സ് പോലും ഇല്ല. പക്ഷേ ഇതും എന്താണ്? അഡ്ജസൻ്റ് ആണ്, ബിക്കോസ് ഇറ്റ് ഹാസ് എ കോമൺ വെർട്ടെക്സ്. അപ്പോൾ ഒരു ഗ്രാഫിനകത്ത് 2 എഡ്ജുകൾ അഡ്ജസൻ്റ് ആണെങ്കിൽ അതിന് എന്തുണ്ടാവണം? ഒരു കോമൺ വെർട്ടെക്സ് എങ്കിലും ഉണ്ടാവണം. അപ്പോൾ ഇതിന് 1 പറയുന്ന കളർ കൊടുത്തു. ഇപ്പോൾ ഇവർ തമ്മിൽ അഡ്ജസൻ്റ് ആയതുകൊണ്ട് ഇതിന് 1 കളർ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇതിന് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കളർ കൊടുത്തു. ഇവിടെ 2 കൊടുക്കാൻ പറ്റില്ല, കാര്യം എന്താ? ഇവർ രണ്ടുപേരും അഡ്ജസൻ്റ് ആണ്. അപ്പോൾ ഇവന് ഞാൻ ഡിഫറൻ്റ് ആയിട്ട് 1 കൊടുത്തു. ഇപ്പോൾ ഇവിടെ ഞാൻ എന്താണ് 2 മാർക്ക് ചെയ്തു. അപ്പോൾ ഇത് മൊത്തം കളർ ചെയ്യാൻ വേണ്ടി വരുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള കളേഴ്സിൻ്റെ എണ്ണം എത്രയാണ്? 2. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കിയാലോ, ഇതൊന്ന് കൊടുത്തു, ഇവിടെ 2 കൊടുത്തു, ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ അഡ്ജസ്റ്റൻ്റ് വരും, ഇവിടെ 2 കൊടുത്താൽ ഇവർ തമ്മിൽ അഡ്ജസ്റ്റൻ്റ് വരും. അപ്പോൾ ഇവിടെ ഡിഫറൻ്റ് ആയിട്ട് 3 എന്ന് പറയുന്ന ഒരു കളർ ഞാൻ കൊടുത്തു. അപ്പോൾ 1, 2, 3, മാക്സിമം എത്ര കളേഴ്സ് ഇവിടെ വേണം? 3. ഇവിടെ ആണെങ്കിൽ മാക്സിമം 2 കളേഴ്സ് വേണം. അപ്പം ഇതിൻ്റെ മിനിമം നമ്പർ എന്ന് പറയുന്നത്, ഡിഫറൻ്റ് ആയിട്ടുള്ള മിനിമം നമ്പർ എന്ന് പറയുന്നത് 2ഉം ഇവിടുത്തേതാണെങ്കിൽ 3ഉമാണ്. ആ ഒരു ടേമിനെ വിളിക്കുന്ന പേര് എഡ്ജ് ക്രൊമാറ്റിക് നമ്പർ അഥവാ ക്രൊമാറ്റിക് ഇൻഡെക്സ് എന്നാണ്. അവിടെ പറഞ്ഞതുപോലെ തന്നെ ക്രൊമാറ്റിക് നമ്പർ എന്ന് പറഞ്ഞ് നമ്മൾ വെർട്ടെക്സ് കളറിനകത്ത് പഠിച്ചതുപോലെ തന്നെ ഇവിടെ എഡ്ജ് ക്രൊമാറ്റിക് നമ്പർ എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ ക്രൊമാറ്റിക് ഇൻഡെക്സ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിനോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Chi അല്ല, പകരം Chi ആണ്. Chi എന്നുള്ള ഒരു നൊട്ടേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എഡ്ജ് കളറിങ്ങിന് വേണ്ടി K കളറുകളാണ് അവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ K എഡ്ജ് കളറിങ് എന്ന് പറയാറുണ്ട്. അത് മറ്റേ അവിടെ പഠിപ്പിച്ച അതേപോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ നേരത്തെ. ഡെൽറ്റ ഓഫ് G എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ഡെൽറ്റ ഓഫ് G എന്നുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് എന്താണ്? G എന്ന് പറയുന്ന ഗ്രാഫിലെ ഓരോ വെർട്ടെക്സിനും ഡിഗ്രി ഉണ്ട്. ആ ഡിഗ്രികളിൽ ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രിയെ സൂചിപ്പിക്കുന്ന ടേമാണ് ക്യാപിറ്റൽ ഡെൽറ്റ ഓഫ് G, സ്മോളസ്റ്റ് ഡിഗ്രിയെ സൂചിപ്പിക്കുന്നത് സ്മോൾ ഡെൽറ്റ ഓഫ് G എന്നും. അപ്പം ഒരു ഗ്രാഫിൻ്റെ അകത്ത് ഡെൽറ്റ ഓഫ് G 3 ആണ് എന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രാഫിൻ്റെ അകത്ത് ഒരു വെർട്ടെക്സിൻ്റെ അകത്ത് നിന്ന് പോകുന്ന എഡ്ജുകളുടെ എണ്ണം 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ഞാൻ ചുവന്ന കളറാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ എനിക്ക് ഇവിടെ ചുവന്ന കളർ ഉപയോഗിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല, കാര്യം എന്താ? ഇവർ തമ്മിൽ അഡ്ജസൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഒരിക്കലും ചുവന്ന കളർ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം എന്താ? ഇവരെ 3 പേര് അഡ്ജസൻ്റ്. അപ്പോൾ ഒരു ഗ്രാഫിൻ്റെ ഡെൽറ്റ ഓഫ് G 3 ആണെങ്കിൽ നമുക്ക് കണ്ണടച്ചുകൊണ്ട് പറയാം അതിൻ്റെ എഡ്ജ് ക്രൊമാറ്റിക് നമ്പർ 3നേക്കാൾ കൂടുതലോ ആയിരിക്കും, അല്ലെങ്കിൽ 3ഓ 3നേക്കാൾ കൂടുതലോ ആയിരിക്കും. കാരണം എന്താ? ഇവിടെ തന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടി വന്നു? 3 ഡിഫറൻ്റ് ആയിട്ടുള്ള കളറുകൾ ഉപയോഗിക്കേണ്ടി വന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു ഗ്രാഫിൻ്റെ ഡെൽറ്റ ഓഫ് G എത്രയാണെന്ന് നോക്കുക. ആ ഡെൽറ്റ ഓഫ് Gയേക്കാൾ തുല്യമോ കൂടുതലോ ആയിരിക്കും ആ ഗ്രാഫിൻ്റെ എഡ്ജ് ക്രൊമാറ്റിക് നമ്പർ. കാരണം എന്താ? ഇവിടെ ഈ ഗ്രാഫിൽ നോക്കിയാൽ നിങ്ങൾ ഈ ഗ്രാഫിൻ്റെ
ഹയസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അപ്പോൾ ഇതിൻ്റെ എഡ്ജ് ക്രോമാറ്റിക് നമ്പർ ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കും 2 2 കൂടുതലാണ്. ഇതിൻ്റെ ഹയസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. ഇതിനും നമുക്ക് എഡ്ജ് ക്രോമാറ്റിക് നമ്പർ 2 2 കൂടുതലോ എന്ന് പറയാൻ സാധിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഗ്രാഫിൻ്റെ ഇത് ഇങ്ങനെ പോവാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് കളർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇതാ ഇങ്ങനൊരു കളർ കൊടുത്തു, ഇതിന് പച്ച കൊടുത്തു, ഇതിന് ചുവപ്പ് കൊടുത്തു, ഇതിന് മഞ്ഞ കൊടുത്തു. ഇപ്പം തന്നെ 4 കളറുകൾ യൂസ് ചെയ്യേണ്ടി വന്നു അല്ലേ? ഈ ഒരു ഗ്രാഫിൻ്റെ ബാക്കി പോർഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ആദ്യം തന്നെ ഒരു ഗ്രാഫിൻ്റെ മാക്സിമം ഡിഗ്രി എത്രയാണോ അത്രയും എന്തായാലും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് കളേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എഡ്ജ് ക്രോമാറ്റിക് നമ്പർ, അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഒരു ഗ്രാഫിൻ്റെ എഡ്ജ് ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ മാക്സിമം ഡിഗ്രിയേക്കാൾ തുല്യമോ കൂടുതലോ ആയിരിക്കും. മാക്സിമം ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രാഫിൻ്റെ ഓരോ വെർട്ടെക്സിൻ്റെ ഡിഗ്രി നോക്കുക, ആ ഡിഗ്രികളിൽ ഏറ്റവും വലുത്. അതിനെയാണ് മാക്സിമം ഡിഗ്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ സൂചിപ്പിക്കുന്ന ടേമാണ് ക്യാപിറ്റൽ ഡെൽറ്റ ഓഫ് ജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അടുത്തത് ഇവിടെ ഈ ഒരു ചോദ്യമാണ്. ദ ഗ്രാഫ് ഓഫ് ജി ഓഫ് ഫിഗർ 10.15 ഹാസ് ക്രോമാറ്റിക് നമ്പർ 4. ഈ ഗ്രാഫ് തന്നിരിക്കുന്ന ഈ ഗ്രാഫിൻ്റെ എന്താണ് എഡ്ജ് ക്രോമാറ്റിക് നമ്പർ 4 ആണെന്ന് കാണിക്കണം. ഈ തന്നിരിക്കുന്ന ഗ്രാഫിൻ്റെ എഡ്ജ് ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് എന്താണെന്ന് കാണിക്കണം? 4 ആണെന്ന് കാണിക്കണം. ഈ തന്നിരിക്കുന്ന ഗ്രാഫിൻ്റെ എഡ്ജ് ക്രോമാറ്റിക് നമ്പർ 4 ആണെന്ന് നമ്മൾ ചെയ്ത് കാണിക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ പ്രൂഫ് പോലെ ഇവർ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രൂഫ് നിങ്ങൾ പഠിച്ചു വെച്ചു, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രാഫ് വന്നിട്ട് പ്രൂവ് ദാറ്റ് എഡ്ജ് ക്രോമാറ്റിക് നമ്പർ ഓഫ് എബോവ് ഗ്രാഫ് ഈസ് 4 എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് വരച്ച് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രൂഫ് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ അതിൻ്റെ പ്രൂഫ് എഴുതുന്നതെന്ന് എങ്ങനെയുള്ളത് നോക്കാം. അപ്പം ഇതിനകത്ത് ചുമ്മാ അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ എന്തായാലും നമുക്ക് നോക്കാം. ക്യാപിറ്റൽ ഈ ഗ്രാഫിൻ്റെ യു എന്ന് പറയുന്ന വെർട്ടെക്സിൻ്റെ ഡിഗ്രി എത്രയാണ്? 3 ആണ്. എക്സിൻ്റെ ഡിഗ്രി 3 ആണ്. വിയുടെ ഡിഗ്രി 3 ആണ്. ഇസഡിൻ്റെ ഡിഗ്രി 3 ആണ്. വൈയുടെ ഡിഗ്രി 2 ആണ്. അതായത് മാക്സിമം ഡെൽറ്റ ഓഫ് ജി എന്ന് പറയുന്നത് എത്രയാണ്? 3. അപ്പോൾ എന്തായാലും ഉറപ്പിച്ച് നമുക്കൊരു കാര്യം പറയാൻ സാധിക്കും, ഈ ഗ്രാഫിന് 3 കളറുകൾ ഡിഫറെൻ്റ് ആയിട്ട് തുടക്കത്തിലേ കൊടുത്തേ പറ്റൂ. ബിക്കോസ് കൈ1 ഓഫ് ജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ ഓഫ് ജി എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ നേരത്തെ കണ്ടു. അങ്ങനെയാണെങ്കിൽ എന്തായാലും ഇതിൻ്റെ വരുന്ന മിനിമം ക്രോമാറ്റിക് നമ്പർ, മിനിമം എഡ്ജ് ക്രോമാറ്റിക് നമ്പർ എന്തായാലും 3 കൂടുതലാണെന്ന് കിട്ടി. അപ്പം നമുക്ക് അപ്പം since delta of g equal to 3 for the graph g, it follows that chi1 of g greater than or equal to 3. Since there is a 4 edge coloring of g shown in figure 10.5, it follows that chi1 of g less than or equal to 4. Hence chi1 of g equal to 3 or chi1 of g equal to 4. അതായത് ഇവിടെ ഒരു 4 കളർ ഉപയോഗിച്ച് ഇത് കളർ ചെയ്യുന്ന രീതി അവർ കാണിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഈ തന്നിരിക്കുന്ന ഈ ഒരു ആർബിട്രറി ഗ്രാഫിന് 4 കളറുകൾ ഉപയോഗിച്ച് ഡിഫറെൻ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം മാക്സിമം chi1 ഓഫ് ജി എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണെന്ന് കിട്ടി. അതായത് ഇവർ 1 2 3 3 2 1 4 ഇങ്ങനെ ഒരു ആർബിട്രറി ആയിട്ട് 4 കളറുകൾ ഉപയോഗിച്ച് ഇതിനെ ഡിഫറെൻ്റ് ആയിട്ട് കളർ ചെയ്തു. പിന്നെ കൂട്ടത്തിൽ നമുക്ക് നേരത്തെ പ്രോപ്പർട്ടിയും കൂടെ വെച്ച് നോക്കുമ്പോൾ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു chi1 ഓഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് കിട്ടി. ഇതിൻ്റെ മീനിങ് chi1 ഓഫ് ജി എന്ന് പറയുന്നത് 3 അല്ലെങ്കിൽ 4 ആണെന്ന് ഉള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതിൽ 3 അല്ല എന്നുള്ളത് കൂടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൂഫ് കംപ്ലീറ്റ് ആയി. നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് chi1 ഓഫ് ജി അഥവാ എഡ്ജ് ക്രോമാറ്റിക് നമ്പർ ഓഫ് ദിസ് ഗ്രാഫ് എന്ന് പറയുന്നത് എത്രയാണ്? 4 എന്ന് പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു റഫായിട്ട് നമ്മളൊരു ഒരു ലേമാൻ്റെ ഒരു അസൈൻമെൻറ്റ് ഒരു വെറുതെ നമ്മൾ 4 കളറുകൾ ഉപയോഗിച്ച് പ്ലോട്ട് ചെയ്തപ്പോഴേക്കും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യാൻ സാധിച്ചു എന്ന് കരുതി അത് ആ 4 നിറങ്ങൾ തന്നെ വേണമെന്ന് വാശി പിടിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനേക്കാൾ കുറച്ച് നിറങ്ങൾ കൊണ്ട് അത് കളർ ചെയ്യാൻ സാധിച്ചെങ്കിലോ. അപ്പം നമുക്ക് അങ്ങനെ നോക്കിയപ്പോൾ 3 അല്ല 4 ആണ് അതിൻ്റെ പോസിബിലിറ്റി എന്ന് കിട്ടി. അപ്പോൾ ഇനി 3 ആവത്തില്ല എന്നുള്ള രീതിയിലാണ് കാണിക്കേണ്ടത്. അപ്പം chi1 ഓഫ് ജി ഈക്വൽ ടു 3 ഓർ chi1 ഓഫ് ജി ഈക്വൽ ടു 4, ബട്ട് വിച്ച് ഈസ് ഇറ്റ്? അതിൽ ഏതാണ്? ആ 3 ആണോ 4 ആണോ നമുക്ക് അറിയത്തില്ല. നമുക്ക് എന്താണ് കാണിക്കേണ്ടത്? chi1 ഓഫ് ജി 4 ആണെന്നുള്ളതാണ് നമുക്ക് കാണിക്കേണ്ടത്. നമുക്ക് എന്തായാലും നോക്കാം. അസ്യൂം ടു ദ കോൺട്രറി ദാറ്റ് ദെയർ എക്സിസ്റ്റ് 3 എഡ്ജ് കളറിംഗ് ഓഫ് ജി. നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡിൽ വിചാരിച്ചു അതിന് 3 കളറുകൾ ഉപയോഗിച്ച് തന്നെ ഇതിനെ ഫുള്ളായിട്ട് കളർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചു. എന്നിട്ട് നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുക. അങ്ങനെ 3 കളറാണ് കൊടുക്കുന്നതെങ്കിൽ യൂസിങ് ദ കളേഴ്സ് 1 2 and 3. അപ്പോൾ ഈ 1 2 3
ഇപ്പോൾ പച്ച, മഞ്ഞ, നീല എന്നൊക്കെ പറയുന്നതിന് വരെ 1, 2, 3 ഈ 3 കളറുകൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഗ്രാഫിനെ കളർ ചെയ്യാൻ പോകുന്നത്. Then every vertex of degree 3 is incident with edges colored 1, 2 and 3. In particular, the 3 edges incident with U are colored 1, 2 and 3. അപ്പോൾ അവർ ചെയ്തിരിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യു എന്ന് പറയുന്ന വെർട്ടെക്സ് 3 എഡ്ജുകളുണ്ട്. ആ 3 എണ്ണത്തിനും ഡിഫറൻ്റ് ആയിട്ട് കളേഴ്സ് കൊടുത്തു. ഉദാഹരണമായിട്ട് യുവിൽ നിന്ന് നേരെ വിയിലേക്ക് വന്ന എഡ്ജിന് 1 എന്നും, യുവിൽ നിന്ന് എക്സിലേക്ക് വന്ന എഡ്ജിന് 2 എന്നും, യുവിൽ നിന്ന് ഇസഡിലേക്ക് വന്ന എഡ്ജിന് അവരെന്തെന്ന് കൊടുത്തു 3 എന്നും കളർ ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യു എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് 3 എഡ്ജുകൾ വരുന്നുണ്ട്, അതിന് ഇതേ രീതിയിൽ കളർ ചെയ്തു. എന്തായാലും 3 ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുത്തേ പറ്റും. അപ്പോൾ യുവിൽ നിന്ന് വിയിലേക്കുള്ള കളറിന് യുവിൽ നിന്ന് വിയിലേക്കുള്ള എഡ്ജിന് 1 എന്നും, യുവിൽ നിന്ന് എക്സിലേക്കുള്ള എഡ്ജിന് 2 എന്നും, യുവിൽ നിന്ന് ഇസഡിലേക്കുള്ള എഡ്ജിന് 3 എന്നും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ അത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തത് അപ്പം ഇവർ 3 പേരുടെയും കാര്യത്തിന് തീരുമാനമായി. ഇനി എത്ര എഡ്ജുകളാണ് മിച്ചമുള്ളത്? 1, 2, 3, 4 എഡ്ജുകളാണ്. അപ്പം ആ 4 എഡ്ജുകൾ ഈ 3 കളർ ഉപയോഗിച്ച് ഫില്ല് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അടുത്തത് ഞാൻ എന്ത് ചെയ്തു, ഈ വി എക്സ് എന്ന് പറയുന്ന എഡ്ജ് എടുത്തു. ഏതാണ്? വി എക്സ് എന്ന് പറയുന്ന എഡ്ജ് എടുത്തു. ആ വി എക്സ് എന്ന് പറയുന്ന എഡ്ജ് ആർക്കൊക്കെ അഡ്ജസൻ്റ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു എക്സിന് അഡ്ജസൻ്റ് ആണ്, അതുകൂടാതെ യു വിക്കും അഡ്ജസൻ്റ് ആണ്. അപ്പോൾ ഉറപ്പായിട്ടും വി എക്സിന് എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റത്തില്ല? 1 കൊടുക്കാൻ പറ്റത്തില്ല, 2 കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? ഇത് 1, 2 അഡ്ജസൻ്റ്. അപ്പോൾ വി എക്സിന് സ്വാഭാവികമായിട്ട് എന്ത് കൊടുത്തേ പറ്റൂ? 3 കൊടുത്തു. അപ്പോൾ ഈ 1, 2 കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് വേറെ ഏതെങ്കിലും കളർ കൊടുക്കണം. അപ്പോൾ എന്ത് കൊടുക്കാം? 3 എന്ന് പറയുന്ന കളർ കൊടുത്തു. അപ്പോൾ വി എക്സിൻ്റെ കാര്യത്തിന് തീരുമാനമായി. അടുത്തത് ആരാ? വി ഇസഡിൻ്റെ കാര്യം എടുക്കാം. വി ഇസഡ് എന്ന് പറയുന്ന ആൾ ആർക്കൊക്കെ അഡ്ജസൻ്റ് ആണ്? വി ഇസഡ് എന്ന് പറയുന്ന ആൾ യു വിക്കും യു ഇസഡിനും അഡ്ജസൻ്റ് ആണ്. യു വി എന്ന് പറഞ്ഞാൽ 1 ആണ്, യു ഇസഡ് എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും വി ഇസഡിന് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ വി ഇസഡിന് പകരം ആര് കൊടുത്തേ പറ്റൂ? 2 കൊടുത്തേ പറ്റൂ. അപ്പോഴേക്കും ഇവർ രണ്ടുപേരും തീരുമാനമായല്ലോ. അപ്പോൾ 1, 2, 3, 4, 5 എഡ്ജുകളും നമ്മൾ കളർ ചെയ്തു ഡിഫറൻ്റ് ആയിട്ട്. 3 കളേഴ്സ് ഉപയോഗിച്ച് തന്നെ ചെയ്തു. ഇനി മിച്ചം ഇവർ 2 പേരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവരെയും നമുക്ക് ഈ 1, 2, 3 ഉപയോഗിച്ച് കളറുകൾ ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ചിട്ട് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ സിൻസ് എക്സ് വൈ ഈസ് അഡ്ജസൻറ്റ് ടു ബോത്ത് യു എക്സ് ആൻഡ് വി എക്സ്. ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ, ഇതേ ഇവിടെ ഞാൻ ഈ നീല നിറം വരച്ച് വെച്ചിരിക്കുന്നുണ്ട്. എക്സ് വൈ എന്ന് പറയുന്ന സാധനം ആർക്കൊക്കെ അഡ്ജസൻ്റ് ആണ്? ബോത്ത് യു എക്സ് ആൻഡ് വി എക്സ്. യു എക്സിനും വി എക്സിനും അഡ്ജസൻ്റ് ആണ്. അപ്പോൾ എക്സ് വൈ എന്ന് പറയുന്നത് ആർക്കൊക്കെ അഡ്ജസൻ്റ് ആണ്? യു എക്സിനും, ഇവിടെ ശ്രദ്ധിക്കുക, ഈ യു എക്സിനും വി എക്സിനും അഡ്ജസൻ്റ് ആണ് എക്സ് വൈ എന്ന് പറയുന്ന ആൾ. അതിന് കോമൺ ആയിട്ടുള്ള എഡ്ജ് ഉള്ളത് കൊണ്ട് തന്നെ യു എക്സിനും വി എക്സിനും അഡ്ജസൻ്റ് ആണ് എക്സ് വൈ. അപ്പോഴേക്കും സ്വാഭാവികമായിട്ട് 2, 3 ഇവിടെ ഓൾറെഡി അഡ്ജസ്റ്റൻ്റ് ആയതുകൊണ്ട് വന്നു. അപ്പോൾ ഇവിടെ 2, 3 കൊടുക്കാൻ പറ്റില്ല. പകരം മിച്ചമുള്ളത് ആരാ? 1. ഞാൻ ആ 1 എടുത്ത് അങ്ങോട്ട് മാർക്ക് ചെയ്തു എക്സ് വൈ. ഓക്കെ, അതവിടെ കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് അതുപോലെ ഇനി വൈ ഇസഡിനാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. വൈ ഇസഡ് ഒരു 4 മാർക്ക് ചെയ്തിട്ട് അത് പോട്ടെ. അപ്പോൾ വൈ ഇസഡ് എടുക്കണം. വൈ ഇസഡ് ആർക്കൊക്കെ അഡ്ജസ്റ്റൻ്റ് ആണ്? വി ഇസഡിനും യു ഇസഡിനും അഡ്ജസ്റ്റൻ്റ് ആണ്. അപ്പോൾ 2, 3 അവളുടെ ഓൾറെഡി വന്നു. അപ്പോൾ 2, 3 ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല. പകരം വേറെ ഏതെങ്കിലും ഒരു കളറേ കൊടുക്കാൻ പറ്റും. 1 താ നോക്കുക, എക്സ് വൈയും വൈ ഇസഡും അഡ്ജസൻ്റ് ആണ്. പക്ഷേ നമ്മൾ അവിടെ കളർ കൊടുക്കുമ്പോഴേക്കും അവർ രണ്ടുപേരും എന്ത് വരും? അഡ്ജസൻസി വരും. അപ്പോഴേക്കും എക്സ് വൈ ആൻഡ് വൈ ഇസഡ് ആർ എഡ്ജസ് കളേർഡ് 1. ദിസ് ഈസ് ഇമ്പോസിബിൾ. അപ്പോൾ അവർ രണ്ടുപേരും അഡ്ജസൻസി വരികയും നമുക്ക് സ്വാഭാവികമായിട്ട് 3 കളർ ഉപയോഗിച്ച് അവിടെ കളർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഗ്രാഫിൻ്റെ എഡ്ജ് ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് എന്താവില്ല? 3 ആവില്ല. പകരം എന്തേ ആവൂ? 4 ആകത്തുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് അവിടുന്ന് മനസ്സിലായി. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ് വിസിങ്സ് തിയറം എന്ന് പറയുന്ന ഒരു തിയറമാണ്. അപ്പം ഇതിൻ്റെ പ്രൂഫ് പഠിക്കാനില്ല, പക്ഷേ ഇത് നല്ലൊരു പവർഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൂഫ് എന്തായാലും പഠിക്കാനില്ല. ഭയങ്കര പവർഫുള്ളായിട്ടൊരു തിയറം കൂടാണ് കേട്ടോ. അതായത് ഒരു ഗ്രാഫിൻ്റെ എഡ്ജ് ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആ ഗ്രാഫിൻ്റെ ഹയസ്റ്റ് ഡിഗ്രി ആയിരിക്കും, അല്ലെ ഹയസ്റ്റ് ഡിഗ്രിയേക്കാൾ 1 കൂടുതലായിരിക്കും എന്നുള്ളൊരു റിസൾട്ട്. അതായത് വിസിങ്സ് തിയറം പറയുന്നത് എന്താണ്? ഫോർ എവരി നോൺ എംപ്റ്റി ഗ്രാഫ് ജി എയ്തർ എഡ്ജ് ക്രോമാറ്റിക് നമ്പർ ഈസ് ഡെൽറ്റ ഓഫ് ജി ഓർ 1 + ഡെൽറ്റ ഓഫ് ജി ആയിരിക്കുമെന്ന്. അതായത് ഒരു ഗ്രാഫിൻ്റെ നമ്മൾ ഓൾറെഡി പഠിച്ചു, ഒരു ഗ്രാഫിൻ്റെ എഡ്ജ് ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് ഡെൽറ്റ ഓഫ് ജിയേക്കാൾ വലുതോ ഈക്വലോ ആയിരിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ കുറേ കൂടെ പ്രിസൈസ് ആയിട്ട് നമുക്കത് പറയാൻ സാധിക്കും. ഫോർ എവരി നോൺ എംപ്റ്റി ഗ്രാഫ് ജി എയ്തർ എഡ്ജ് ക്രോമാറ്റിക് നമ്പർ ഈസ് ഡെൽറ്റ ഓഫ് ജി ഓർ 1 + ഡെൽറ്റ ഓഫ് ജി ആയിരിക്കും എന്നുള്ള ഒരു റിസൾട്ടും കൂടെ നമുക്ക്
ഇതിൻ്റെ അകത്തുനിന്ന് പറഞ്ഞു വെക്കാനുണ്ട്. ഈ ഒരു റിസൾട്ട് നമ്മൾ പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിൽ ഉറപ്പിച്ച് വെച്ചേക്കാം നിങ്ങൾ. അടുത്തത് ഇവരിവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a simple observation concerning edge coloring will be useful. Let there be a given an edge coloring of a graph G of order n. Any two edges of G that are colored the same cannot be adjacent. Of course, this says that we can never have more than n by 2 edges of G are colored the same. If n is odd, then the maximum number of edges that can be colored the same is therefore n minus 1 by 2. ആ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം അതായത് ഒരു ലെറ്റ് ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫ്, ആ ഗ്രാഫിൻ്റെ അകത്ത് n വെർട്ടെക്സുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ വെർട്ടെക്സിൻ്റെ ഡിഗ്രി n എന്ന് പറയുന്നത് ഈവൻ ആണെന്നും വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അപ്പം ചുവപ്പ് കളറ് മാക്സിമം എത്ര എഡ്ജിന് നമുക്ക് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം n by 2 എഡ്ജസിന് വരെ യൂസ് ചെയ്യാൻ പറ്റും. ഒരു ഗ്രാഫ് ജി ഉണ്ട്, ആ ഗ്രാഫിന് n വെർട്ടെക്സുകളുണ്ട്. ആ n എന്ന് പറയുന്നത് ഈവൻ ആണെങ്കിൽ അതിൻ്റെ അകത്ത് പർട്ടിക്കുലർ ഒരു ചുവപ്പ് എന്ന് പറയുന്ന ഒരു കളർ എടുത്താൽ മാക്സിമം എത്ര എഡ്ജുകൾക്ക് വരെ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റൂ? n by 2. മാക്സിമം എത്ര വരെ ഉപയോഗിക്കാൻ പറ്റൂ? n by 2 വരെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ചുവപ്പ് പച്ച എന്നൊക്കെ പറയുന്നതിന് വരെ ഞാൻ ഒന്നെന്ന് പറയുന്ന കളർ മാക്സിമം എത്ര വരെ ഉപയോഗിക്കാൻ പറ്റും? മാക്സിമം n by 2 വരെ. അപ്പോൾ 2 എന്ന് പറയുന്ന കളർ ആ എത്ര വരെ എഡ്ജുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും? മാക്സിമം പോയ n by 2. ആ n by 2വിനേക്കാൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഷുവറായിട്ടും അവിടെ എന്ത് വരും? അഡ്ജസൻസി വരും. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഗ്രാഫുകൾ പ്ലോട്ട് ചെയ്ത് നോക്കുക. ഇത് ഭയങ്കര ട്രിവിയൽ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. ഒരു ലെറ്റ് ജി ബി എന്ന് പറയുന്ന ഒരു ഗ്രാഫാണ്. അതിനകത്ത് n വെർട്ടെക്സുകളുണ്ട്. അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് n എന്ന് പറയുന്നത് ഈവൻ ആണെങ്കിൽ അതിൽ 1 എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കളർ എത്ര എഡ്ജുകൾക്ക് യൂസ് ചെയ്യാന്ന് ചോദിച്ചാൽ മാക്സിമം n by 2. മാക്സിമം എത്ര വരെ പറ്റും? n by 2. അതിന് കൂടുതൽ പറ്റില്ല. അതുപോലെ തന്നെ 2 എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കളർ എടുത്തു കഴിഞ്ഞാൽ മാക്സിമം എവിടെ വരെ പറ്റും? n by 2 എഡ്ജുകൾക്ക് ഉപയോഗിക്കാം. അത് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അഡ്ജസൻസി ലോസ് ആവും. 3 എന്ന് പറയുന്ന ഒരു കളർ എടുത്തു കഴിഞ്ഞാൽ മാക്സിമം എവിടെ വരെ ഉപയോഗിക്കാൻ പറ്റും? n by 2 എഡ്ജുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ n എന്ന് പറയുന്നത് ഓഡാണെങ്കിൽ ഈ 1 എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കളർ മാക്സിമം n minus 1 by 2 വരെ യൂസ് ചെയ്യാൻ പറ്റും. 2 എന്ന് പറയുന്ന ഒരു കളർ മാക്സിമം എവിടെ വരെ ഉപയോഗിക്കാൻ വരും? n minus 1 by 2 വരെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ ഇവിടെ ഒരു സംഭവം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പം CN എന്ന് പറയുന്ന ഒരു സൈക്കിൾ എടുക്കുകയാണ്. CN എന്ന് പറയുന്ന സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ നമുക്ക് സൈക്കിൾ ഓഫ് ലെങ്ത് CN എന്ന് പറയുന്ന ഗ്രാഫ് കൺസിഡർ ചെയ്യാം. അപ്പം CN എന്ന് പറയുമ്പം C4 എടുത്തു എന്ന് വിചാരിച്ചോ. C4 എന്ന് പറയുമ്പോൾ എന്തോരും? ഇതാണ് C4 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മാക്സിമം ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. അപ്പോൾ നമുക്കറിയാം chi1 ഓഫ് CN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒന്നെങ്കിൽ ഡെൽറ്റ ഓഫ് CN അല്ലെങ്കിൽ 1 പ്ലസ് ഡെൽറ്റ ഓഫ് CN ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡെൽറ്റ ഓഫ് CN എന്ന് പറഞ്ഞാൽ എത്ര? 2 ആണ്. മാക്സിമം ഡിഗ്രി 2 ആണ്. അപ്പോൾ 2 അല്ലെങ്കിൽ 3 ആയിരിക്കും ഇത് വരിക. ഇത് ഈവൻ അല്ലേ. അപ്പോൾ ഈവൻ ആവുന്ന കേസിൽ മാക്സിമം ഒരു കളർ ഉപയോഗിക്കാവുന്ന എവിടെ വരെ ഉപയോഗിക്കാൻ പറ്റും? n by 2. അപ്പോൾ 4 by 2 ഈക്വൽ ടു 2. അപ്പോൾ ഒരു കളർ 1 എന്ന് പറയുന്ന കളർ മാക്സിമം എത്ര എഡ്ജുകൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റും? 2 എന്ന് പറയുന്ന കളർ മാക്സിമം എത്ര എഡ്ജുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും? 2. മൊത്തം എത്ര? 4. അപ്പം ലാംഡ ഓഫ് CN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ നേരെ ചുമ്മാ ജസ്റ്റ് നമ്മൾ എഴുതി വരച്ച് നോക്കുക. ഒരു സൈക്കിൾ ഓഫ് ലെങ്ത് CN എന്ന് പറയുന്ന ഒരു സൈക്കിൾ എടുക്കുക. അത് ഈവൻ ആണെങ്കിൽ അതിൻ്റെ എഡ്ജ് ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് 2ഉം CN എന്ന് പറയുന്ന സാധനം ഓഡാണെങ്കിൽ അതിൻ്റെ എഡ്ജ് ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 ആയിരിക്കും. ഇനി അത് 3 വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇപ്പം ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ എഡ്ജ് ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് 3 ആണെന്ന്. അപ്പം നമ്മുടെ മറ്റേ റിസൾട്ട് ഉപയോഗിച്ച് എന്താണ് വിസിങ്സ് തിയറം വെച്ച് പറയുകയാണെങ്കിൽ മാക്സിമം ഡിഗ്രിയോ മാക്സിമം ഡിഗ്രിയേക്കാൾ 1 കൂടുതലോ ആവാം. അപ്പോൾ ഇതിൻ്റെ എഡ്ജ് ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് 2 അല്ലെങ്കിൽ 3 ആയിരിക്കും. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ റിസൾട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് മൊത്തം 3 വെർട്ടെക്സ് ആണ്. അപ്പം 1 എന്ന് പറയുന്ന കളർ മാക്സിമം എത്ര എണ്ണത്തിന് വരെ ഉപയോഗിക്കാൻ പറ്റും? n minus 1 by 2, അതായത് 3 minus 1 by 2, അതായത് 3 minus 1 എന്ന് പറയുമ്പോൾ എത്ര? 3 minus 1 by 2, അതായത് 2 by 2 ഈക്വൽ ടു 1. അതായത് 1 എന്ന് പറയുന്ന കളർ മാക്സിമം ഒരു എഡ്ജിന്, 2 എന്ന് പറയുന്ന കളർ മാക്സിമം എത്ര എഡ്ജിന്? 1. 3 എന്ന് പറയുന്ന കളർ എത്ര എണ്ണം? മാക്സിമം എഡ്ജ് മൊത്തം ടോട്ടൽ എത്ര എണ്ണം വന്നു? 3 വന്നു. അപ്പോൾ ലാംഡ ഓഫ് CN ഈക്വൽ ടു 3. അതാണ് അവരിവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. n minus 1 by 2, അതായത് CN എന്ന് പറയുന്ന സാധനം ഓഡാണെങ്കിൽ 1 എന്ന് പറയുന്ന കളർ മാക്സിമം n minus 1 by 2 എഡ്ജുകൾക്ക്, 2 എന്ന് പറയുന്ന എഡ്ജ് കളർ മാക്സിമം എത്ര? n minus 1 by 2. അപ്പോൾ n minus 1 by 2 എഡ്ജുകൾ പ്ലസ് n minus 1 by 2 എഡ്ജ് എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര? n minus 1 എഡ്ജുകൾ. മൊത്തം എത്ര? എന്താണ് CN എത്ര എഡ്ജുകളുണ്ട്? n എഡ്ജുകളാണ് ഉള്ളത്. അപ്പോൾ ഇനി ഒരു എഡ്ജും കൂടെ അതിനകത്ത് മിച്ചമുണ്ട്. അതിന് ഏത് കളർ കൊടുക്കാം?
ആ മൂന്നാമത്തെ 1 2 ആ മൂന്നാമത്തെ കളർ അവിടെ ചേർക്കുക. അപ്പോൾ അതാണ് ഇവരിവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഞാനിതിനകത്ത് ഒരുപാട് ഇപ്പോൾ പറഞ്ഞ് കുളവാക്കിയത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഇത്രയും കാര്യം മനസ്സിലാക്കുക. ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 1 പറയുന്ന കളർ മാക്സിമം എത്ര n/2 എഡ്ജുകൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ n-1/2 എഡ്ജുകൾക്ക് വരെ കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒരു പ്രൂഫ് നോക്കാനുണ്ട്. ആ പ്രൂഫ് എന്ന് പറയുന്നത് ഇതാണ്. ലെറ്റ് ജി ബി എ ഗ്രാഫ് ഓഫ് ഓർഡർ n ആൻഡ് സൈസ് m. അതായത് ജി എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ സൈസ് എന്ന് പറയുന്നത് m ആണ്. ആ m എന്ന് പറയുന്ന സൈസ് എത്രയാണ് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. n-1/2 ഇൻറ്റു ഡെൽറ്റ ജിയേക്കാൾ കൂടുതലാണ്. n-1/2 ഇൻറ്റു ഡെൽറ്റ ജിയേക്കാൾ കൂടുതലാണ് ജി എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ സൈസ് അഥവാ എഡ്ജുകളുടെ എണ്ണം. അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫിൻ്റെ എഡ്ജ് ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 + ഡെൽറ്റ ജി ആയിരിക്കും. ഈ 1 + ഡെൽറ്റ ജി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമുക്കറിയാം ഈ ഒരു ഗ്രാഫ് ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്താൽ തന്നെ അതിൻ്റെ എഡ്ജ് ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഡെൽറ്റ ജി ആയിരിക്കും, അല്ലെങ്കിൽ 1 + ഡെൽറ്റ ജി ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ ജി അല്ല, പകരം 1 + ഡെൽറ്റ ജി ആണെന്നാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഡെൽറ്റ ഓഫ് ജി = 3 എന്നും പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം എന്താവും? m ≥ n-1/2 ഇൻറ്റു 3. അതായത് ആ ഗ്രാഫിൻ്റെ ഒരു വെർട്ടെക്സിൻ്റെ മാക്സിമം ഡിഗ്രി എന്ന് പറയുന്നത് 3 ആണെന്ന് പറഞ്ഞ് ചുമ്മാ അങ്ങ് എടുത്തു. അപ്പോൾ ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. 1 പറയുന്ന കളറ്, അപ്പോൾ ഈ ഗ്രാഫിന് എന്തായാലും ഇത്ര എഡ്ജിനേക്കാൾ കൂടുതൽ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നോക്കാം, ഈ 1 പറയുന്ന കളർ എത്ര എഡ്ജുകൾക്ക് വരെ മാക്സിമം കൊടുക്കാം? ഓഡ് ഓർഡറാണ്, n-1/2 എഡ്ജുകൾക്ക് വരെ കൊടുക്കാം. 2 പറയുന്ന കളർ മാക്സിമം എത്ര എഡ്ജുകൾക്ക് വരെ കൊടുക്കാം? n-1/2. 3 പറയുന്ന കളർ മാക്സിമം എത്ര വരെ കൊടുക്കാം? n-1/2. അപ്പോൾ 3 കളർ ഇവിടെ ഓൾറെഡി വന്നു. ഈ ഗ്രാഫിൻ്റെ ഡെൽറ്റ ഓഫ് ജി എന്ന് പറയുന്നത് എത്രയാ? 3 അല്ലേ? അപ്പോൾ മൊത്തം ഇപ്പോൾ എത്ര എഡ്ജുകളായി? ഇത്ര എഡ്ജുകൾ കൂട്ടിയാൽ എത്ര എഡ്ജുകൾ വരും? n-1/2 + n-1/2 + n-1/2. അപ്പോൾ എന്താണ് 2 + 2 + 2 കൂട്ടുകയാണെങ്കിൽ മൊത്തം 3 × 2 എന്നല്ലേ അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ n-1/2 മൊത്തം എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 3 × n-1/2. അപ്പോൾ 1 2 3. അപ്പോൾ 3 കളറുകൾ ഇത്രയും എഡ്ജുകൾക്ക് കൊടുത്ത്. ഇത്രയും എഡ്ജുകളാണോ ഈ ഗ്രാഫിനകത്തുള്ളത്? അല്ല, ഇത്രയും എഡ്ജുകളെ കഴിഞ്ഞ് പിന്നെയും എഡ്ജുകളുണ്ട്. അതാ പറഞ്ഞിരിക്കുന്നത് ആ ഗ്രാഫിൻ്റെ എഡ്ജുകളുടെ എണ്ണം m ആണ്. m എന്ന് പറയുന്നത് n-1/2 ഡെൽറ്റ ഓഫ് ജിയേക്കാൾ കൂടുതലാണ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും എഡ്ജുകളല്ല ആ ഗ്രാഫിനകത്തുള്ള, ഇതിനേക്കാൾ കൂടുതലുണ്ട്. അപ്പോൾ ഈ 3 കളർ മാക്സിമം വരെ ഈ ഗ്രാഫിൻ്റെ ഇത്ര എഡ്ജുകൾക്ക് യൂസ് ചെയ്യാവുള്ളൂ. പിന്നെ വരുന്ന ഓരോ എഡ്ജിനും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഡിഫറൻ്റ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും കളർ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു കളർ നമ്മളവിടെ യൂസ് ചെയ്തേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്രാഫിൻ്റെ എഡ്ജ് ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് അറിയാം. ഒരു ഗ്രാഫിൻ്റെ എഡ്ജ് ക്രോമാറ്റിക് നമ്പർ ഒന്നെങ്കിൽ ഡെൽറ്റ ജി ആണെന്ന് അറിയാം, അല്ലെങ്കിൽ എന്താണെന്നറിയാം? 1 + ഡെൽറ്റ ജി ആണെന്നറിയാം. എന്തായാലും ഈ ഗ്രാഫിൻ്റെ എഡ്ജ് ക്രോമാറ്റിക് നമ്പർ എന്താവത്തില്ല? ഡെൽറ്റ ജി ആവത്തില്ല. ഡെൽറ്റ ജി എന്ന് പറയുന്നത് നമ്മൾ 3 ഇവിടെ അസ്യൂം ചെയ്ത് വെച്ച് 3 കളർ ഓൾറെഡി യൂസ് ചെയ്തിട്ട് ആ ഗ്രാഫിൻ്റെ എല്ലാ വെർട്ടെക്സും തീർന്നില്ല. അപ്പോൾ ഇനിയും എല്ലാ എഡ്ജുകളും തീർന്നില്ല, ഇനി എഡ്ജുകൾ മിച്ചമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി ഒരു കളറും കൂടെ എങ്കിലും യൂസ് ചെയ്തെങ്കിൽ ആ ഗ്രാഫ് എന്താക്കാൻ പറ്റും? കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ലിസിങ്സ് തിയറം വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഗ്രാഫിൻ്റെ എഡ്ജ് ക്രോമാറ്റിക് നമ്പർ എന്തായാലും ഡെൽറ്റ ഓഫ് ജി അല്ല. അപ്പോൾ പിന്നെ എന്തായേ പറ്റൂ? 1 + ഡെൽറ്റ ഓഫ് ജി ആയേ പറ്റൂ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇൻ എനി എഡ്ജ് കളറിംഗ് ഓഫ് ജി നോട്ട് മോർ ദാൻ n/2 എഡ്ജസ് ക്യാൻ ബി കളേർഡ് ദി സെയിം. ദെയർഫോർ നോട്ട് മോർ ദാൻ n-1/2 ഡെൽറ്റ g/2 എഡ്ജസ് ക്യാൻ ബി കളേർഡ് വിത്ത് ഡെൽറ്റ ജി കളേഴ്സ്. ഇത് ഈ എഴുതിയിരിക്കുന്ന സാധനം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഡെൽറ്റ ജി ഒരു 3 ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ 1 പറയുന്ന കളർ മാക്സിമം n-1/2, 2 പറയുന്ന കളർ മാക്സിമം n-1/2, 3 പറയുന്ന കളർ മാക്സിമം n-1/2. അങ്ങനെ പോയി കഴിഞ്ഞാൽ എത്രയാ? ഡെൽറ്റ ജി എന്ന് പറയുന്ന കളർ, അതായത് ഈ ഒരു പറഞ്ഞിരിക്കുന്ന പർട്ടിക്കുലർ നമ്പർ ഏതാണോ അത്രയും വരെ n-1/2 അത്രയും വരെ കൊണ്ടുവരാൻ പറ്റും. നിങ്ങളത് നോക്കുക, നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.